മകരസംക്രമ സന്ധ്യയിൽ ശബരിമലയിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ച ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെട്ടു. ശരണവിളികളാൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പരമ്പരാഗത പാതയിൽ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 14-ന് വൈകിട്ട് ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങൾ പുലർച്ചെ 4:30-നാണ് വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. പുലർച്ചെ മുതൽ തന്നെ തിരുവാഭരണം ദർശിക്കാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ക്ഷേത്രത്തിൽ ആചാരപരമായ ചടങ്ങുകൾ ആരംഭിച്ചു. ഘോഷയാത്രയെ അനുഗമിക്കുന്ന രാജപ്രതിനിധി പുണർത്തംനാൾ PN നാരായണവർമ്മ ഉടവാൾ ഏറ്റുവാങ്ങി. തുടർന്ന് 1 മണിയോടെ പുതിയ ഗുരുസ്വാമി മരുതവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള 26 പേരടങ്ങുന്ന വാഹക സംഘം തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റി. ഈ സമയം ആകാശത്ത് ശ്രീകൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നു. 83 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തുന്നത്. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ കുളനട, ഉള്ളന്നൂർ, ആറന്മുള വഴി യാത്ര ചെയ്യുന്ന സംഘം ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വിശ്രമിക്കും. 2-ാം ദിവസം ലാഹ വനംവകുപ്പ് സത്രത്തിലാണ് വിശ്രമിക്കുക. 3-ാം ദിവസം വൈകിട്ട് തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. അമൃത ന്യൂസ്, പത്തനംതിട്ട.